ദാ സത്യേട്ടാ. അമ്മയുടെ കാര്യത്തിൽ പെട്ടെന്ന് എന്ത് അത്ഭുതം സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ പ്രതിഭ. ആ മനുഷ്യനെ ആത്മാർത്ഥമായിട്ട് ഇവിടെ നിർത്താൻ തന്നെയാണോ അമ്മയുടെ തീരുമാനം? അമ്മയുടെ ആത്മാർത്ഥതയെക്കുറിച്ചൊക്കെ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് സത്യേട്ടനല്ലേ? പിന്നെ അത്ഭുതം എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാ, നിങ്ങൾ ആരും ഇവിടെ ഇല്ലാത്തപ്പോ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ആരോ രണ്ടുപേര് ഇവിടെ വന്നു. ഞാൻ കുളിക്കാൻ കയറിയ സമയത്തായിരുന്നു. അമ്മയും സോനയും ഉണ്ടായിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവര് അമ്മയായിട്ട് സംസാരിച്ച ശേഷം അവര് തിരിച്ചു പോകുന്നതാ ഞാൻ കണ്ടേ. ഞാൻ ജനലിലൂടെ നോക്കിയുള്ളൂ. അമ്മയ്ക്ക് സോനയ്ക്കും അത് അറിയില്ല. അവര് സംസാരിച്ചൊന്നും നീ കേട്ടില്ലേ? ഇല്ല. ഞാൻ വല്ലതും കേട്ടു കാണോ എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ടായിരുന്നു. അമ്മയും സോനയും പരസ്പരം അത് പറയുന്നത് കേട്ടപ്പോ ഞാൻ മുറിയിലേക്ക് പോന്നു. നീ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമാണ് വന്നവർ സംസാരിച്ചതെങ്കിൽ അതിലെന്തോ ദുരൂഹതയുണ്ടല്ലോ. അതറിയില്ല. എന്തായാലും കുറച്ചു സമയം കഴിഞ്ഞപ്പോ അമ്മ ഇവിടുന്ന് പോയി. തിരിച്ചു വന്നത് പുതിയൊരു തീരുമാനമായിട്ടാ. വന്നവരെ കുറിച്ച് നീ സോനയോടൊന്നും ചോദിച്ചില്ലേ? ആരാ വന്നേന്ന് ചോദിച്ചു. അത് അമ്മയ്ക്ക് പരിചയമുള്ള ആരോ ആണെന്ന് പറഞ്ഞ് അവൾ അങ്ങ് ഒഴിഞ്ഞു. അയാളെ അമ്മ ഇവിടെ വീണ്ടും താമസിപ്പിക്കാൻ തീരുമാനിച്ചതില് ഇവിടെ വന്നവർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് പ്രതിഭയ്ക്ക് തോന്നുന്നുണ്ടോ? അവര് സംസാരിച്ച എന്താണെന്ന് അറിയാതെ ഞാനത് എങ്ങനെ പറയും സത്യേട്ട? ഇവിടെ വന്നത് ആരാണെന്ന് സത്യേട്ടനൊന്ന് അന്വേഷിക്കേ. അവരാരാണെന്ന് അറിഞ്ഞാ ചിലപ്പോ എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടിയേക്കും. ഇന്ദ്രേട്ടൻ വരട്ടെ. ഏട്ടൻ ചോദിച്ചാലേ അമ്മ കൃത്യമായിട്ടൊരു ഉത്തരം പറയൂ. ഇത്ര അത്ഭുതമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇന്ദ്ര. ശേഖരൻ ആ വീട്ടിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകാൻ തയ്യാറായതാണല്ലോ. അയാൾക്ക് വേണ്ടി സുരക്ഷിതമായൊരു സ്ഥലം ഇന്ദ്രൻ കണ്ടെത്തുകയും ചെയ്തു. അതോടെ സുശീലയുടെ തലവേദന എന്നേക്കുമായി ഒഴിഞ്ഞു. അപ്പൊ പിന്നെ എല്ലാവർക്കും മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ചെറിയൊരു വിട്ടുവീഴ്ച. ഓണം വരെ ശേഖരനെ അവള് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിട്ടാ നമ്മുടെയൊക്കെ മുമ്പില് അവള് വലിയ പുണ്യവതിയായില്ലേ? അതിനുവേണ്ടി സുശീല കാണിക്കുന്ന ഒരു നാടകമായി മാത്രം ഇതിനെ കണ്ടാൽ മതി. എന്നാലും അങ്ങനൊരു വിട്ടുവീഴ്ച ആ മനുഷ്യന്റെ കാര്യത്തിൽ അമ്മ ചെയ്യുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെന്തോ ലാഭം പ്രതീക്ഷിച്ചു തന്നെയാ. ധനഞ്ജേട്ടൻ വന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇനി ആ വീടിന്റെ പടി അയാൾ ചവിട്ടരുതെന്നും പറഞ്ഞ് വീടിന്റെ ഉമ്മറം ചാണവെള്ളം തെളിച്ച് ശുദ്ധി ചെയ്യണമെന്ന് പറഞ്ഞ ആളാ അമ്മ. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അമ്മ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാറണമെങ്കിൽ ഇടയ്ക്ക് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അമ്മ ഇവിടേക്ക് വരേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അതെനിക്കും തോന്നി. സുശീലയെ കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ശേഖരൻ ഇവിടെ വന്നതിന് അവള് മാഷിനെ കുറ്റപ്പെടുത്താൻ വന്നതായിരിക്കുമെന്ന്. അതാണല്ലോ അവളുടെ ഒരു രീതി. ഞാനും പ്രതീക്ഷിച്ചതാ. അമ്മയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്കെന്തോ ഇന്ന് സുശീലയെ കണ്ടപ്പോ വലിയ പ്രതീക്ഷയാ തോന്നിയത്. അതുകൊണ്ടാണ് ശേഖരനെ സ്വന്തം കുടുംബത്തിൽ ഓണം ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന് സുശീലോട് ഞാൻ ധൈര്യപൂർവ്വം പറഞ്ഞത്. അച്ഛൻ ഓണം ആഘോഷിക്കാൻ അനുവദിക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്നാ ഓണം വരെ അവിടെ സുഖമായിട്ട് കഴിയാനുള്ള അനുവാദം കൂടിയാ അമ്മ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ കിടപ്പായ വലിച്ചെറിഞ്ഞ അമ്മ വൈകിട്ടായപ്പോ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാ ഞാൻ കണ്ടത്. ഞാനെന്തായാലും
നാളെ തന്നെ അദ്ദേഹത്തെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റുവച്ച ഓണത്തിന് തിരിച്ചു കൊണ്ടുവന്നാൽ മതിയല്ലോ. അത് വേണോ എന്തിനാ?